ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 15-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 4, 2026 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് എന്നാണ്. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് എന്നാണ് അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പേര്. എന്താണ് പേര്? ഓപ്പറേഷൻ. ഓപ്പറേഷനാ? ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് എന്നാണ്. അടുത്തത്, ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകൾ കൂടെ ഇന്ത്യയിലെത്തി. 9 ചീറ്റയും കൂടെ ആയപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആകെ ചീറ്റകളുടെ എണ്ണം എത്രയായി? 48 ചീറ്റകളാണ് നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ മണ്ണിര ഇനങ്ങൾ ഏതൊക്കെയാണ്? രണ്ടിനം മണ്ണിരകൾ ഏതൊക്കെയാണ്? മൊണീലി ഗാസ്റ്റർ ഗിരീഷി, ദ്രബീഡ റെയ്നോൾഡ്സ്. ഓക്കെ, അപ്പം ആ 2 മണ്ണിരകൾ ഏതൊക്കെയാണ്? മൊണീലി ഗാസ്റ്റർ ഗിരീഷി. ഒന്നും കൂടി എൻ്റെ കൂടെ പറയൂ. മൊണീലി ഗാസ്റ്റർ ഗിരീഷി, ദ്രബീഡ റെയ്നോൾഡ്സ്. ദ്രബീഡ റെയ്നോൾഡ്സ്. അങ്ങനെ 2 മണ്ണിരകളെയാണ് കണ്ടെത്തിയത്. എവിടെ? സൈലന്റ് വാലിയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി ഏതാണ്? 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി എന്ന് പറയുന്നത്? USA, മെക്സിക്കോ, കാനഡ. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ് പേര്? കേരയാണ് ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയുടെ പേര്. എന്താണ് പേര്? കേര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് 2026 മാർച്ച് 1 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ച് പുതിയ ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? ഏതാണ്? വാരണാസിയിലാണ് ഇന്ത്യയിൽ 2026 മാർച്ച് 1 1 മണിക്കൂറിനുള്ളിലാണ് 2026 മാർച്ച് 1 1 മണിക്കൂറിനുള്ളിൽ 25 ലക്ഷത്തിലധികം തൈകളാണ് നട്ടത്. നട്ട ആ നഗരത്തിന്റെ പേരാണ് വാരണാസി. അടുത്ത ക്വസ്റ്റ്യൻ, ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരിയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ആ മലയാള സിനിമ? ഭ്രമയുഗമാണ് ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ. ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരിയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഏതാണ്? ഭ്രമയുഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക്, എത്രയാണ്? 6 ലക്ഷം രക്ഷിതാക്കൾക്ക് AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതിയുടെ പേരാണ് സർവം AI മയം. അപ്പോൾ എല്ലാം AI മയമാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ, അതായത് AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതിയുടെ പേരാണ് സർവം AI മയം. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം 2026 ഫെബ്രുവരിയിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെടുന്നത്? ഏത് പേരിലാണെന്ന് അറിയാമോ? ഒന്ന് ഗസ് ചെയ്യുമോ ഏത് പേരിലാണെന്ന്? ഓക്കെ, ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. അപ്പോ ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട് എന്ന പേരിലാണ് പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം 2026 ഫെബ്രുവരിയിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതിന്റെ പേരെന്താണ്? ഗുരു രവിദാസ്
മഹാരാജ് ജി എയർപോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റലിയിലെ മിലമനിലും കോർട്ടിനയിലുമായി നടന്ന 2026 വിന്റർ ഒളിമ്പിക്സിൽ, എന്താണ് 2026 വിന്റർ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഏതാണ്? നോർവേ. നോർവേ ആണ്. ഇറ്റലിയിലെ മിലാനിലും കോർട്ടിനയിലുമായി നടന്ന 2026 വിന്റർ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. ഇറ്റലിയിലെ മിലാനിലും കോർട്ടിനയിലുമായി, എവിടെയാണ്? കോർട്ടിനയിലുമായി നടന്ന 2026 വിന്റർ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നോർവേ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇത്രയും കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കിയല്ലോ, അതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ മണ്ണിര ഏതാണ്? ഏതാണ് 2 പുതിയ മണ്ണിരകൾ? നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ, ഇത്രയും നമ്മൾ പറഞ്ഞത് വെച്ച് ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കാനാണ്. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ അപ്ഡേറ്റ്സായി നമുക്ക് വീണ്ടും കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നന്ദി.